വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മളിൽ നോക്കാൻ പോകുന്നത് PCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സിലുള്ള 3 ചാപ്റ്റേഴ്സാണ്. 3 ചാപ്റ്റേഴ്സും കമ്പൈൻ ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 13, 14 ആൻഡ് 15. നമുക്ക് ഫസ്റ്റ് നോക്കാം. യൂണിറ്റ് 13 വർക്കിംഗ് വിത്ത് പവർ പോയിന്റ്. ഇവിടെ പറയുന്നത് പവർ പോയിന്റ് പ്രസൻറ്റേഷനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പവർ പോയിന്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രസൻറ്റേഷന് വേണ്ടിയാണ്. അപ്പം ഫസ്റ്റ് നമുക്കതിലേക്ക് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി സ്ലൈഡുകൾ ആവശ്യമാണ്. അപ്പം സ്ലൈഡ് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം? അതിന് കുറേ മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹോം മെനുവിൽ പോയിട്ട് ക്ലിക്ക് ന്യൂ സ്ലൈഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആയിട്ടുള്ള Ctrl+M കൊടുക്കാം, അല്ലെങ്കിൽ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബിറ്റ്വീൻ 2 സ്ലൈഡ്സ്, 2 സ്ലൈഡ്സിൻ്റെ ഇടയിൽ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് സ്ലൈഡ് വ്യൂ ഇൻ എ പവർ പോയിന്റ്. സ്ലൈഡിൻ്റെ വ്യൂ എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള വ്യൂ ആണെന്നുള്ളതാണ്. പലതരത്തിലുള്ള വ്യൂ നമുക്ക് അവിടെ അവൈലബിൾ ആണ് പവർ പോയിന്റിൽ. നോർമൽ വ്യൂ, സ്ലൈഡ്, സോർട്ടഡ് വ്യൂ, നോട്ട് പേജ് വ്യൂ, സ്ലൈഡ് മാസ്റ്റർ വ്യൂ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ, സ്ലൈഡ് ഷോ വ്യൂ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചർ ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ വ്യൂ എന്നുള്ളത്. നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ മെയിൻ എഡിറ്റിംഗ് വ്യൂ ആണ്. അത് ഡിസ്പ്ലേ സ്ലൈഡ് തംബ്നെയിൽസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ലാർജ് വർക്ക് സ്പേസ് ഫോർ എഡിറ്റിംഗ് കറണ്ട് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സ്ലൈഡ് ഇൻ ഹൊറിസോണ്ടൽ സീക്വൻസിൽ ആയിട്ട് സ്ലൈഡ്സ് ഡിസ്പ്ലേ ചെയ്യും. നോട്ട് പേജ് വ്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നോട്ട്സ് ഫോർ ദ സ്പെസിഫിക് സ്ലൈഡ്സ് ലൊക്കേറ്റഡ് ബിലോ ദ സ്ലൈഡ് വിൻഡോ. അടുത്ത സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞാൽ അലോസ് ഫോർ യൂണിവേഴ്സൽ സ്റ്റൈൽ ചേഞ്ച് ഫോണ്ട് ഇമേജ് അക്രോസ് ഓൾ സ്ലൈഡ്സ് ഇൻ ദ പ്രസൻറ്റേഷൻസ്. നമുക്ക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത് അലോ ചെയ്യുന്നു. ഫോണ്ട്, ഇമേജസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ടാവും. ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ഫോമാറ്റിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് ഹാൻഡ് ഔട്ട്സ്. സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ മോഡ് ടു പ്രസൻറ്റ് സ്ലൈഡ് ടു ദി ഓഡിയൻസിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് സ്ലൈഡ് ഷോ വ്യൂ. അതിൻ്റെ ഷോർട്ട് കട്ട് F5. അപ്പം ഇത്രയൊക്കെയാണ് പവർ പോയിന്റിലുള്ള വ്യൂസുകൾ. ഇൻസേർട്ടിങ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്. എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ വിഷ്വലി എൻഗേജ്ഡ് ആവാൻ വേണ്ടി, വിഷ്വലി നല്ല അടിപൊളിയാവാൻ വേണ്ടി കുറച്ച് അട്രാക്റ്റ് ആവാൻ വേണ്ടി ചാർട്ട്സും അതുപോലെ ഗ്രാഫ്സൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അപ്പം അത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ഗോ ടു ഇൻസേർട്ട് മെനു ആൻഡ് ക്ലിക്ക് ഓൺ ചാർട്ട് ഐക്കൺ. നമ്മൾ ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ചാർട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനാണോ, ബാറാണോ, പൈ ആണോ, ഏത് രീതിയിലുള്ള ചാർട്ടാണെങ്കിൽ നമുക്ക് അവിടെ ചൂസ് ചെയ്തിട്ട് നമ്മുടെ വോളിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സ്ലൈഡിലേക്ക് കൊണ്ടുവരാം. അടുത്ത റീസൈസ് ദ ചാർട്ട്. അതിന് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ റീസൈസ് ചെയ്യാൻ ഡ്രാഗ് ചെയ്യാം. ചേഞ്ചിങ് ചാർട്ട് ടൈപ്പ്, റൈറ്റ് ക്ലിക്ക് ദ ചാർട്ട് ആൻഡ് സെലക്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ്. ഇൻസെർട്ട് ഡയഗ്രാംസ് സെയിം. ഇൻസേർട്ട് മെനു പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയഗ്രാംസ്, പിക്ചർ വേണോ, ക്ലിപ്പ് ആർട്ട് വേണോ, സ്മാർട്ട് ആർട്ടാണോ, ഷേപ്സ് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസേർട്ട് ബാറിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇൻസേർട്ടിങ് സ്ലൈഡ് നമ്മൾ പറഞ്ഞു Ctrl+M അല്ലെങ്കിൽ ന്യൂ സ്ലൈഡ് എടുക്കാൻ വേണ്ടി ഹോമിൽ പോയാൽ മതി. സ്ലൈഡ് വ്യൂ, സ്വിച്ച് ബിറ്റ്വീൻ വ്യൂ ലൈക്ക് നോർമൽ സ്ലൈഡ്, സോർട്ടർ ആൻഡ് സ്ലൈഡ് ഷോ ഫോർ ഡിഫറെൻറ്റ് ടാസ്ക്. പലതരത്തിലുള്ള ടാസ്കിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓരോ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത്. ചാർട്ട് ആൻഡ് ഗ്രാഫ്സ് ഇൻസേർട്ട് പോയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ്. അടുത്ത പവർ പോയിന്റ് ഇൻസേർട്ടിങ് മീഡിയ ആൻഡ് സേവിങ് ഫയൽസ്. ഇൻസേർട്ടിങ് പിക്ചർ എങ്ങനെയാണ്? നമ്മുടെ PC നമ്മുടെ കമ്പ്യൂട്ടറിലെ പിക്ചറാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് പോവുക, പിക്ചർ എടുക്കുക, സെലക്ട് പിക്ചർ ഫ്രം യുവർ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള പിക്ചറിന് നമുക്ക് അത് സെലക്ട് ചെയ്തെടുക്കാം. ഡ്രോയിങ് പിക്ചറാണെങ്കിൽ നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിരിക്കുന്ന പിക്ചർ നമുക്ക് നമ്മൾ പെയിൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂൾസ് വെച്ചിട്ടോ, ഗ്രാഫിക് ടൂൾസ് വെച്ചിട്ട് വരച്ചിരിക്കുന്ന ചിത്രം നമുക്ക് ഇൻസേർട്ട് അടിച്ചുകൊണ്ട് നമുക്കത് ഇൻസേർട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയാണോ ഇത് സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. കോപ്പി ആൻഡ് പേസ്റ്റ്. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലുള്ള പിക്ചറാണ് നമുക്ക് വേണ്ടതെന്നുള്ളതെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് ആ പിക്ചർ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ സ്ലൈഡിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് നമുക്ക് ആ പിക്ചർ അവിടെ കിട്ടും. പക്ഷേ അത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കണം. അടുത്ത ഇൻസേർട്ടിങ് സൗണ്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ഇൻസേർട്ട് ബാറിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഓരോ സ്ലൈഡ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എന്തെങ്കിലും
സൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് പോവുക, സൗണ്ട് എടുക്കുക, സെലക്ട് ദ സൗണ്ട് ഓപ്ഷൻ. നമ്മൾ ഓൾറെഡി നമ്മൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയലിൽ നിന്ന് നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കുക സൗണ്ട്. പ്ലേ ബാക്ക് ഓപ്ഷൻ ആണെങ്കിൽ ആഫ്റ്റർ ഇൻസേർട്ടിങ് സൗണ്ട് ഫയൽ യു വിൽ ബി പ്രോംപ്റ്റഡ് ടു ചൂസ്. ഓട്ടോമാറ്റിക്കലി വേണോ വൺ ക്ലിക്ക്ഡ് വേണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ സ്ലൈഡിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എടുക്കുക. വെൻ ക്ലിക്ക്ഡ് ആണെങ്കിൽ ആ സ്ലൈഡ് നമ്മൾ എത്തി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ബട്ടൺ നിൽക്കുമ്പോൾ മാത്രം ആ സൗണ്ട് വരത്തുള്ളൂ. റെക്കോർഡിംഗ് യുവർ ഓൺ സൗണ്ട്, നമ്മൾ സ്വന്തം സൗണ്ട് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് പോവുക, സൗണ്ട് എടുക്കുക, റെക്കോർഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിങ് വീഡിയോ, ഇൻസേർട്ട് പോവുക, മൂവി ഓർ വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മുടെ ഫയലിൽ ഓൾറെഡി ഉള്ള സേവ് ചെയ്തിട്ടുള്ള മൂവി ഓർ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവിങ് പവർ പോയിൻറ്റ് ഫയൽ ടു എക്സ്റ്റേണൽ മെമ്മറി ഓർ ക്ലൗഡ്. നമ്മൾ പവർ പോയിൻറ്റ് എക്സ്റ്റേണൽ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ക്ലൗഡിലേക്കോ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നാണ്. ന്യൂ പ്രസൻറ്റേഷൻ ആണെങ്കിൽ സേവ് ആസ് അടിച്ചിട്ട് ആൻഡ് സെലക്ട് ദ USB ഡ്രൈവ് ആസ് ദ ഡെസ്റ്റിനേഷൻ. സേവ് ആസ് അടിക്കുക, നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, നമ്മൾ USB ഡ്രൈവ് ഡെസ്റ്റിനേഷനായിട്ട് എവിടത്തേക്കാണത് സേവ് ചെയ്യേണ്ടതിന് അതിൻ്റെ പാത്ത് വേ നമ്മൾ കൊടുക്കുക, എവിടത്തേക്കാണത് സേവ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സിസ്റ്റിംഗ് ഫയലാണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫയലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ദ ഫയൽ, സെലക്ട് സെൻഡ് ടു, സെലക്ട് ചെയ്യുക, സെൻഡ് ടു എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുക, USB ഡ്രൈവിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് സേവിങ് ടു ക്ലൗഡ് സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജിലേക്ക് എങ്ങനെയാണ് പവർ പോയിൻറ്റ് സേവ് ചെയ്യുന്നതാണ്. ഗോ ടു ഫയൽ, സേവ് ആസ് വൺ ഡ്രൈവ്. ഇങ്ങനെ ഈ ഒരു പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ചൂസ് ദ ലൊക്കേഷൻ ടു സേവ് യുവർ പ്രസൻറ്റേഷൻ ഇൻ ദ ക്ലൗഡ്. ഫയലിൽ പോയി സേവ് ആസ് പോയിട്ട് വൺ ഡ്രൈവ് എടുക്കുക, എന്നിട്ട് എവിടെയാണത് സേവ് ചെയ്യേണ്ടതെന്ന്, ക്ലൗഡിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത സേവിങ് ടു ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് യുവർ പവർ പോയിൻറ്റ് ഫയൽ ടു ഗൂഗിൾ ഡ്രൈവ്, റൈറ്റ് ക്ലിക്ക് ദ അപ്ലോഡഡ് ഫയൽ ആൻഡ് ചൂസ് ഓപ്പൺ വിത്ത് ഗൂഗിൾ സ്ലൈഡ്. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ്. നമ്മൾ ഫയൽ ചൂസ് ചെയ്യുക, നമ്മൾ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫയൽ ചൂസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് എന്നുള്ള ഓപ്ഷനിൽ ഗൂഗിൾ സ്ലൈഡ്സ് കൊടുക്കുക. അഡ്വാൻറ്റേജ് ഓഫ് ക്ലൗഡ് സ്റ്റോറേജ്, ഈസിയർ ആക്സസ് ഫയൽ ഫ്രം എനി ഡിവൈസ്. നമുക്ക് എവിടെ നിന്നും ഏത് ഡിവൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ക്ലൗഡ് സ്റ്റോറേജിൽ. നമ്മൾ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് ഫോർ ഡാറ്റ സേഫ്റ്റി കമ്പയർഡ് ടു ലോക്കൽ ഹാർഡ് ഡ്രൈവ്. ബാക്കപ്പ് ഫോർ ഡാറ്റ സേഫ്റ്റി ആണ്. അതുപോലെ ഫയൽ ക്യാൻ ബി ഷെയർഡ് ആൻഡ് എഡിറ്റഡ് ബൈ മൾട്ടിപ്പിൾ പീപ്പിൾ. ഇനി അടുത്തത് ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അടുത്ത 14th ചാപ്റ്റർ മൾട്ടിമീഡിയ, വീഡിയോ ആൻഡ് യൂട്യൂബ്. എന്താണ് മൾട്ടിമീഡിയ? മീഡിയ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ ലൈക്ക് വീഡിയോ, ന്യൂസ്, ഫോറംസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. മീഡിയ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. എന്തൊക്കെ വീഡിയോയും ന്യൂസും ഫോറംസും ഒക്കെ വരുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു മീഡിയയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ് മീഡിയ എന്ന് പറയുന്നത്. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് മീഡിയ ടൈപ്സ് സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്, ആനിമേഷൻ. ഇത്രയും മൾട്ടിമീഡിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്, ആനിമേഷൻ എന്നിവയുടെ ഒരു കോമ്പിനേഷനാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. ആനിമേഷൻ, വീഡിയോ, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് മൾട്ടിമീഡിയ. ഡെലിവേർഡ് വിയ ഇൻറ്ററാക്റ്റീവ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇത് ഏത് വഴിയാണിത് നമുക്ക് ലഭിക്കുന്നത്? നമ്മളിലേക്ക് ഡെലിവറി ചെയ്യുന്നത് വഴിയാണ്. ഒന്നെങ്കിൽ ഇൻറ്ററാക്റ്റീവ് ഇലക്ട്രോണിക് വഴി, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൾട്ടിമീഡിയ എന്ന് ചോദിച്ചാൽ എഴുതുക. എന്താണ്? ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്, ആനിമേഷൻ, വീഡിയോ എന്നിവയുടെ ഒരു കോമ്പിനേഷൻ ആണ്. എന്നീ ഡിഫറെൻറ്റ് മീഡിയ ടൈപ്പിൻ്റെ ഒരു കോമ്പിനേഷനാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. അത് ഡെലിവറി ചെയ്യുന്നത് ഇൻറ്ററാക്റ്റീവ് ഇലക്ട്രോണിക് വഴിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയോ ആണ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ ഈസ് ടു എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഇത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മൾട്ടിമീഡിയയുടെ പർപ്പസ്. ബൈ ഇൻറ്റിഗ്രേറ്റിംഗ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ലൈക്ക് ഇമേജ്, സൗണ്ട് ആൻഡ് വീഡിയോ ഇൻറ്റു വൺ കൊഹൻസീവ് പ്രസൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇടയ്ക്ക് ചേർത്തുകൊണ്ട് ഒറ്റൊരു പ്രസൻറ്റേഷനായിട്ട് ഇത് മാറുന്നു. അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആണ്. മൾട്ടി സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മളെ സൈറ്റ്, ഹിയറിങ്, ടച്ച്, ഇത്രയും കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും നമ്മളെ നമ്മളെ 5th സെൻസിൽ ഇത്രയും സെൻസുകൾ, നമ്മുടെ വിഷ്വലായിട്ടും ഹിയറിംഗ് ആയിട്ടും ടച്ച് സെൻസും ഇത്രയും കാര്യങ്ങൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻറ്ററാക്റ്റീവ്. മൾട്ടിമീഡിയ അലോസ് greater interaction, feedback and adaptability, make content flexible for different audiences. മൾട്ടിമീഡിയ എന്ത് ചെയ്യുന്നുണ്ട്?
ഒരു ഇൻട്രാക്ഷൻ ഉറപ്പ് വരുന്നുണ്ട്. ഗ്രേറ്റർ ഇൻട്രാക്ഷൻസ്, ഫീഡ്ബാക്ക്, അതുപോലെ അഡാപ്റ്റബിലിറ്റി, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മൾട്ടിമീഡിയ സപ്പോർട്ട് ദ ബ്രെയിൻ എബിലിറ്റി ടു കണക്ട് വെർബൽ ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ. മൾട്ടിമീഡിയ നമ്മുടെ ബ്രെയിൻ എബിലിറ്റിയെ കണക്ട് ചെയ്യുന്നതിനൊക്കെ വെർബൽ ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻസിനെ മനസ്സിലാക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അടുത്ത improved problem solving. Visual elements like image, video and animation boost cognitive engagement, helping students users to solve problem more effectively. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ എലമെൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് യൂസേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും അവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റഡീസിലൊക്കെ ആക്സസ് ടു ഇൻഫർമേഷൻ, ഡിജിറ്റൽ ഡിവൈസസ് ആൻഡ് ഇൻ്റർനെറ്റ് ഗിവ് യൂസർ ആക്സസ് ടു എ വാസ്റ്റ് വെറൈറ്റി ഇൻഫർമേഷൻ. പലതരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ലഭിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. യൂസേജ് ഓഫ് മൾട്ടിമീഡിയ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? മൾട്ടിമീഡിയ ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ക്രിയേറ്റിംഗ് സ്പെഷ്യൽ എഫക്റ്റ് ഫോർ ഫിലിംസ്, VFX, 3D ആനിമേഷൻ, വീഡിയോ ഗെയിംസ് ആൻഡ് ഓൺലൈൻ മീഡിയ. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ രീതിയിലാണ് ഗെയിംസിന്, വീഡിയോ ഗെയിംസിന്, മൂവീസിന്, അതുപോലെ ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈഫിൽ ഇറ്റ് യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ ലൈക്ക് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ, വീഡിയോ കോൾ, ടെലികോൺഫറൻസിങ് ആൻഡ് റിയൽ ടൈം ഇൻട്രാക്ഷൻസ്. ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്? നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നതിന് വേണ്ടി, ടെലികോൺഫറൻസിന് വേണ്ടി, റിയൽ ടൈം ഇൻട്രാക്ഷൻസ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സൺ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് ക്രിയേഷൻ ഓഫ് മൾട്ടിമീഡിയ കണ്ടന്റ്, എക്സാമ്പിൾ ഡോക്യുമെൻറ്റ്, അർച്ചീവ്, വീഡിയോ ക്രിയേഷൻ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പേഴ്സൺ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. സ്റ്റോറേജ് ചെയ്യുക, നമ്മുടെ മൾട്ടിമീഡിയ കണ്ടന്റ് സ്റ്റോറേജ് ചെയ്യുക, റിട്രീവ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ മൾട്ടിമീഡിയ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആക്സസിബിലിറ്റി. മൾട്ടിമീഡിയ ക്യാൻ അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് അഡാപ്റ്റീവ് ടെക്നോളജി, എക്സാമ്പിൾ സ്പീച്ച് റെക്കഗ്നേഷൻ, സ്ക്രീൻ റൈഡേഴ്സ്. ഇതിൻ്റെ എന്താണ്, നമുക്ക് മൾട്ടിമീഡിയ കാരണം എന്തെങ്കിലും ഈ കുറവുകളുള്ളവർക്ക് സ്പീച്ച് മൾട്ടിമീഡിയ ക്യാൻ അസിസ്റ്റ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഉള്ള പീപ്പിളിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മൾട്ടിമീഡിയക്ക് സാധിക്കും. എങ്ങനെ? സ്പീച്ച് റെക്കഗ്നേഷൻ, സ്ക്രീൻ റീഡേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് ഡിസേബിലിറ്റി ഉള്ള പീപ്പിൾസിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ചലഞ്ചസ് ഇൻ ഇംപ്ലാന്റിങ്. ഇത് ടെക്സ്റ്റിലുള്ള ഓർഡറിലല്ല ഈ നോട്ട്സ് ഉള്ളത്. അപ്പം ചിലത് ബാക്കിലുള്ളത് മുമ്പിലുള്ളത് ബാക്കിലായിട്ടായിരിക്കും നോട്ട്സ് ഉള്ളത്. പക്ഷെ അത് നോക്കി മനസ്സിലാക്കാം. ചലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് മൾട്ടിമീഡിയ ഇൻ ബിസിനസ്. ടെക്സ്റ്റിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം, പക്ഷേ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉണ്ടാകും, ടെക്നോളജി ഇൻറ്റഗ്രേഷൻ, റിസോഴ്സ് മാനേജ്മെൻറ്റ്, റെഗുലേറ്ററി കംപ്ലയൻസ്, ഗവർണൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇത്രയും പോയിന്റ്സ് മാത്രം അറിഞ്ഞാൽ മതി. ഗ്രാഫിക് ഡിസൈൻ. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് വിഷ്വൽ കണ്ടന്റ് ടു കമ്മ്യൂണിക്കേറ്റ് മെസ്സേജ്. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിഷ്വൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ലോഗോ തൊട്ടിട്ട് കോംപ്ലക്സ് പേജ് ലേഔട്ട്സ് വെബ്സൈറ്റ് വരെ വരുന്നതാണ്. ഒരു ചെറിയ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് തൊട്ടിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേഷൻ വരെ വരുന്നതാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ അഡ്വർടൈസിങ് ആപ്ലിക്കേഷൻസ്, വെബ് ഡിസൈൻ, ക്രിയേറ്റിംഗ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് വിഷ്വലി എൻഗേജിങ് വെബ്സൈറ്റ്സ്. എന്തൊക്കെയാണ് ഗ്രാഫിക് ഡിസൈൻ്റെ ആപ്ലിക്കേഷൻസ്? വെബ് ഡിസൈനും യൂസർ എക്സ്പീരിയൻസ് UX ഡിസൈൻസ്, ഫോക്കസ് ഓൺ മേക്കിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഈസി ആൻഡ് എൻജോയബിൾ ടു യൂസ്. UX അഥവാ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത് എന്തിനാണ് അത് ഫോക്കസ് ചെയ്യുന്നത്? ഡിജിറ്റൽ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മോഷൻ ഗ്രാഫിക്സ്, ഇൻകോർപ്പറേറ്റിംഗ് ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ് ടു മീഡിയ ലൈക്ക് TV ഷോസ്, ഫിലിംസ് ഓർ വീഡിയോ ഗെയിംസ്. മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് കൊണ്ടുവരികയാണ് മീഡിയ ലൈക്ക് TV ഷോസ് ആൻഡ് ഫിലിം, വീഡിയോ ഗെയിം എന്നിവർക്ക് വേണ്ടി ഒരു ആനിമേഷനിൽ ഒരു സ്പെഷ്യൽ എഫക്ട്സ് കൊണ്ടുവരുന്ന മോഷൻ ഗ്രാഫിക്സ്. അടുത്തത് എന്താണ് ആനിമേഷൻ? ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മൂവിങ് ഇമേജസ് ഫ്രം സ്റ്റിൽ ഇമേജസ്. ആനിമേഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ ഇമേജസ് വെച്ചിട്ടൊരു മൂവിങ് ഇമേജ് ആയിട്ട് മാറ്റുന്നത്, അതിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നതാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഓഫൺ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു മൾട്ടിമീഡിയ പ്രൊഡക്ട്സ്, അത് മൾട്ടിമീഡിയ പ്രൊഡക്ട്സ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ടൈപ്സ് ഓഫ് ആനിമേഷൻ. 2D ക്ലാസിക് ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ. 2D ക്ലാസിക് ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡാണ്. വെർ ഈച്ച് ഫ്രെയിം ഈസ് ഹാൻഡ് ഡ്രോൺ. ഓരോ ഫ്രെയിമും ഹാൻഡ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വരച്ചതെന്നായിരിക്കണം ഉദ്ദേശിക്കുന്നത്. വൈൽ സ്റ്റിൽ ഇൻ യൂസ്
പക്ഷേ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോഡേൺ ടൂൾസ് ലൈക്ക് ഡിജിറ്റൽ ടാബ്ലറ്റ് മേക്ക് ഇറ്റ് മോർ ആക്സസിബിൾ. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ടാബ്ലറ്റൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ആക്സസിബിൾ ആക്കുന്നു. അത് ട്രഡീഷണൽ മെത്തേഡായിരുന്നു 2D ക്ലാസിക് അല്ലെങ്കിൽ ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ എന്ന് പറയുന്നത്. കൈകൊണ്ട് വരച്ചിട്ട് ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. അടുത്ത 3D കമ്പ്യൂട്ടർ ഗ്രാഫിക് ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് ആണ്. യൂസേഴ്സ് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്യുന്നതാണ്, അഥവാ CGI. ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ബിക്കേം പോപ്പുലർ ഇൻ ദി 1990s. അടുത്ത സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ക്യാപ്ചറിങ് ഇൻഡിവിജ്വൽ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്റ്റ് ഓർ മോഡൽസ് ഇൻ മോഷൻ ഫ്രെയിം ബൈ ഫ്രെയിം. ഇവിടെ പറയുന്നത് ക്യാപ്ചർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുക, ഓർ ഫിസിക്കൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മോഡൽസ് ഇൻ മോഷൻ, ഇവയൊക്കെ എടുത്തിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം അത് ക്യാപ്ചർ ചെയ്യാം. അതാണ് സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ്. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർഫുൾ ടൂളാണ് ദാറ്റ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ. മൾട്ടിമീഡിയ എന്നാണ് ചോദിച്ചാൽ ഇത് വേണമെങ്കിൽ എഴുതാം. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ദാറ്റ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബൈ കമ്പൈനിങ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട് ആൻഡ് വീഡിയോ ആൻഡ് ഇൻട്രാക്റ്റീവ് വേ. ഇതൊരു പവർഫുൾ ടൂളാണ്. എന്തൊക്കെ മെച്ചപ്പെടുത്തുന്നു? കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് എന്നിവ ഇവയൊക്കെ ടെക്സ്റ്റ്, ഗ്രാഫിക്സും, സൗണ്ടും വീഡിയോയും ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനും എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റും എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു. മേക്കിംഗ് പ്രസൻറ്റേഷൻ യൂസിങ് ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാമെന്നാണ്. ഗ്രാഫിക്സ് ഇൻ പ്രസൻറ്റേഷൻ. ഗ്രാഫിക്സ് എൻഹാൻസസ് പ്രസൻറ്റേഷൻ ബൈ മേക്കിംഗ് ദം വിഷ്വലി അപ്പീലിംഗ് ആൻഡ് എൻഗേജിങ്. നമ്മൾ ഗ്രാഫിക്സ് യൂസ് ചെയ്ത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണ്, കുറച്ചുകൂടെ വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കും, കുറച്ചുകൂടെ എൻഗേജിങ് ആയിരിക്കും നമ്മുടെ പ്രസൻറ്റേഷൻ. അപ്പം ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ക്യാൻ ഇല്ലുസ്ട്രേറ്റ് കമ്പാരിസൺസ് നമുക്ക് വരച്ച് കാട്ടാൻ പറ്റും. ലൈക്ക് ഷോയിങ് റിലേറ്റീവ് സൈസസ്, ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് കൺസെപ്റ്റ് ഇൻ ടു ഈസിലി ഡൈജസ്റ്റബിൾ വിഷ്വൽസ്. നമുക്ക് അത്യാവശ്യമായി വിഷ്വൽസും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സിന് എക്സാമ്പിൾ ചാർട്ട്സ്, ഡയഗ്രാംസ്, ഐക്കൺസ് ആൻഡ് ഇമേജസ് ആണ്. ഗ്രാഫിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. നമുക്ക് പവർ പോയിന്റിൽ കാണാൻ പറ്റും. ചാർട്ട്സ്, ഡയഗ്രാംസ്, ഐക്കൺസ് ആൻഡ് ഇമേജസ്. മേക്കിംഗ് പ്രസൻറ്റേഷൻ യൂസിങ് മൾട്ടിമീഡിയ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നത്? മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ കമ്പൈൻ വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് സംടൈംസ് ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ് സച്ച് ആസ് വീഡിയോ, ഓഡിയോ ആൻഡ് അനിമേഷൻസ്. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ് എന്തിൻ്റെയൊക്കെ? വിഷ്വലിൻ്റെയും ഓഡിറ്ററിയും. മാത്രമല്ല ചില സമയങ്ങളിൽ സച്ച് ആസ് വീഡിയോ, ഓഡിയോ ആൻഡ് ആനിമേഷൻ ഇത്രയും കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും മൾട്ടിമീഡിയ പ്രസൻറ്റേഷനിൽ. ദീസ് presentations are more engaging than traditional text-only slides and are commonly used in business and education. ഈ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ടെക്സ്റ്റ് ഓൺലി സ്ലൈഡ്സിനേക്കാൾ കുറച്ചുകൂടെ എഫക്റ്റീവാണ്, കുറച്ചുകൂടെ എൻഗേജിങ് ആണ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺലി ബിസിനസ്സുകളും എഡ്യൂക്കേഷൻസും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് ആണ്. അതിൻ്റെ കീ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ്റെ കീ എലമെൻറ്റ്സ് വീഡിയോ, മൂവീസ്, എംബഡഡ് വീഡിയോ, എൻഹാൻസ് അണ്ടർസ്റ്റാൻഡ്. നമുക്കൊരു വീഡിയോ, മൂവി ടൈപ്പ് പ്രസൻറ്റേഷനാണ്, തീർച്ചയായിട്ടും നമുക്കത് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ആനിമേഷൻ ഉണ്ടാവും, അതിനകത്ത് കുറച്ച് ആഡ് മോഷൻസ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആനിമേഷൻസ് ചെയ്തിട്ടുണ്ടാകും. സൗണ്ട് ഉണ്ടാകും, വോയിസ് ഓവർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, നാവിഗേഷൻ, ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ് സച്ച് ആസ് ക്ലിക്കബിൾ ബട്ടൺസ് അതൊക്കെ കൊടുക്കുക. അതുപോലെ ചോയ്സ് ഓഫ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ടൂൾസ്, അഡോബ് ഫ്ലാഷ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനിലുള്ള കീ എലമെൻറ്റ്സ്. ഇനി നമുക്ക് ചോയ്സ് ഓഫ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ അഡോബ് ഫ്ലാഷ്, ഗ്രേറ്റ് ഫോർ പവർഫുൾ ആനിമേഷൻ ആൻഡ് വീഡിയോ കംപ്രഷൻ, സ്യൂട്ടബിൾ ഫോർ വെബ് ഇൻറ്റഗ്രേഷൻ. അഡോബ് ഫ്ലാഷ് ആണ് ഒരു പ്രസൻറ്റേഷൻ ടൂൾ എന്ന് പറയുന്നത്, ഉപയോഗിക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ. ഗ്രേറ്റർ ഫോർ പവർഫുൾ ആനിമേഷൻസ്, നല്ല പവർഫുള്ളായിട്ടുള്ള ആനിമേഷൻസിനും വീഡിയോ കംപ്രഷനും ഏറ്റവും നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അഡോബ് ഫ്ലാഷ്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, ഈസി ടു യൂസ് ഫോർ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ഇൻക്ലൂഡിങ് വീഡിയോ ആൻഡ് സൗണ്ട്, വൈഡ്ലി ആക്സസിബിൾ ആൻഡ് എഡിറ്റബിൾ. പവർ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിമീഡിയ പ്രസൻറ്റേഷനാണ്. ഇൻക്ലൂഡിങ് വീഡിയോ, സൗണ്ട്, വൈഡ്ലി ആക്സസിബിൾ ആൻഡ് എഡിറ്റബിൾ. നമുക്ക് ഈ വീഡിയോ, ഓഡിയോ ഒക്കെ കൊടുക്കാൻ പറ്റും. വൈഡ്ലി ആക്സസിബിൾ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അതുപോലെ നമുക്ക് എഡിറ്റബിളും ആണ്. മേക്കിംഗ് പ്രസൻറ്റേഷൻ യൂസിങ് ആനിമേഷൻസ്.
Animation in presentation. Animation add dynamism and guide attention to key points. PowerPoint offers simple animation tools that can be added to slide. Animation presentation നമ്മുടെ PowerPoint സിമ്പിളായിട്ടുള്ള ആനിമേഷൻ ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് ആനിമേഷൻ എന്തൊക്കെ ആനിമേഷൻസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ആനിമേഷൻ, എഫക്റ്റ് അപ്ലൈ ടു ടെക്സ്റ്റ്, ഇമേജ് ഓർ ഷേപ്പ് സച്ച് ആസ് ഫ്ലൈയിങ് ഇൻ ഫേഡിങ് ഔട്ട്. നമ്മൾ ചില എഫക്റ്റുകൾ, നമ്മുടെ ടെക്സ്റ്റിൽ ചില എഫക്റ്റുകൾ ഇമേജസിനോ ഷേപ്സിനോ നൽകുന്നത്, ഇങ്ങനെ ഫ്ലൈ ചെയ്ത് തരുന്ന പോലെ, ഫേഡിങ് ഔട്ട് ആകുന്നതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടാകുന്നത്, അതൊരു ചെറിയൊരു ആനിമേഷൻ, ഒബ്ജക്റ്റ് ആനിമേഷൻ നൽകുന്നുണ്ട്. അതുപോലെ സ്ലൈഡ് ട്രാൻസിഷൻ, വിഷ്വൽ എഫക്റ്റ് ദാറ്റ് ഒക്യൂ വെൻ മൂവിങ് ഫ്രം വൺ സ്ലൈഡ് ടു നെക്സ്റ്റ്. ഫെയ്ഡ്, വൈപ്പ്, പുഷ്. നമ്മൾ സ്ലൈഡിൽ നിന്ന് വേറെ സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഫെയ്ഡ് ഔട്ട് ആകുന്ന പോലത്തെ ഒരു ആനിമേഷൻ, അല്ലെങ്കിൽ വൈപ്പ്, പുഷ്, ഇതൊക്കെ PowerPoint യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ആനിമേഷനാണ്, പണ്ടേ ഉപയോഗിക്കുന്ന ആനിമേഷൻസാണ്. അതിനൊക്കെ ഒരുപാട് മാറ്റം ഇപ്പോഴത്തേലും വന്നിട്ടുണ്ട്. ഫെയ്ഡ് ഔട്ട് ആവുക, ഒരു സ്ലൈഡിൽ നിന്ന് ഒരു സ്ലൈഡിലേക്ക് ഫെയ്ഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ വൈപ്പ് ചെയ്യുന്ന പോലെ, പുഷ് ചെയ്യുന്ന പോലത്തെ ഒക്കെ എഫക്റ്റ് കൊടുക്കുന്നത്. അടുത്ത യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബ് അലോസ് യൂസേഴ്സ് ടു അപ്ലോഡ് ആൻഡ് ഷെയർ വീഡിയോ ഈസിലി വിത്ത് ഗ്ലോബൽ ഓഡിയൻസ്. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എന്താണ്? യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഗൂഗിളിൻ്റെ ആണ്. അത് നമുക്ക് വീഡിയോസ് ഈസി ആയിട്ട് യൂസറിലേക്ക്, ഗ്ലോബലിയുള്ള ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം. കീ ഫങ്ഷൻസ്, യൂസേഴ്സ് ക്യാൻ സെർച്ച് ആൻഡ് വാച്ച് വീഡിയോസ് ഇൻ വെറൈറ്റി ഓഫ് ടോപ്പിക്സ്. യൂസേഴ്സിന് പലതരത്തിലുള്ള ടോപ്പിക്കിലുള്ള വീഡിയോസ് സെർച്ച് ചെയ്യാനും വാച്ച് ചെയ്യാനും ഫെസിലിറ്റി ഉണ്ട്. ഷെയർ ചെയ്യാനുള്ളതും ലിങ്ക് URLs വഴിയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. യൂസർ ക്യാൻ ക്രിയേറ്റ് പേഴ്സണൽ ചാനൽ ടു അപ്ലോഡ് കണ്ടൻറ് ആൻഡ് ഗെയിൻ ഫോളോവേഴ്സ്. യൂസേഴ്സിന് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കാം, ചാനൽസ് ഉണ്ടാക്കാം, അവരുടെ അപ്ലോഡ് ചെയ്യാം, കണ്ടൻറ് അപ്ലോഡ് ചെയ്യാനും ഫോളോവേഴ്സിന് കൂട്ടാനും സാധിക്കും. ആപ്ലിക്കേഷൻ ഓഫ് യൂട്യൂബ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നത് യൂട്യൂബ് എന്നാണ്. യൂട്യൂബ് ഈസ് എ ബ്രാൻഡ് അവയർനെസ്. യൂട്യൂബിന് നമ്മളൊരു ബ്രാൻഡ് അവയർനെസ്, നമ്മളൊരു കമ്പനി തുടങ്ങുകയോ ഒരു പ്രൊഡക്റ്റ് തുടങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് അവയർനെസ് നമുക്ക് ആഡ് വഴി, നമുക്ക് യൂട്യൂബ് വഴി നമുക്ക് ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കുന്നു. ക്രിയേറ്റ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ത്രൂ ദ എൻഗേജിങ് ആൻഡ് എൻ്റർടൈനിങ് വീഡിയോ ദാറ്റ് പ്രൊമോട്ട് യുവർ ബിസിനസ് ഓർ പ്രൊഡക്റ്റ്. നമ്മുടെ ഓരോരോ ബ്രാൻഡിൻ്റെയും അവർക്ക് അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലുവഴി അവരെന്ത് ചെയ്യും? അവരുടെ ബ്രാൻഡ് അവയർനെസ് നടത്തുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ഫോർ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ആഡുകൾ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവർ എഡ്യൂക്കേഷണൽ വീഡിയോ, ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോ ഇടും. അത് ഷോക്കേസ് ചെയ്യും. പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ എഫക്ട്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ അവർ ആൾക്കാരിലെത്തിക്കാൻ വേണ്ടി അതിനെ ആഡായിട്ട് കൊടുക്കുകയും ചെയ്യും. നമുക്ക് യൂട്യൂബിൽ കയറിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം ചില വീഡിയോസ്, അതൊക്കെ ആഡായിട്ട് വരുന്നത്. യൂട്യൂബ് ഫോർ റീറ്റെയിൽ പ്രൊമോട്ടേഴ്സ്. കമ്പനീസ് ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ യൂസ് യൂട്യൂബ് ഫോർ ടാർഗറ്റഡ് റീറ്റെയിൽ പ്രൊമോഷൻസ് offering demonstrations of product or services. യൂട്യൂബ് ഫോർ സെയിൽ യൂസ് ചെയ്യാറുണ്ട്. ബിസിനസ് ക്യാൻ ജനറേറ്റ് സെയിൽസ് ബൈ ഷോക്കേസിംഗ് പ്രൊഡക്റ്റ് ഡെമോസ്, ഹൗ ടു വീഡിയോ ഓർ കസ്റ്റമർ ടെസ്റ്റിമോണിയൽ ഡ്രൈവിംഗ് ട്രാഫിക് ദ വെബ്സൈറ്റ്സ്. യൂട്യൂബ് സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും. എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഷോക്കേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ഫോർ കസ്റ്റമർ സപ്പോർട്ട്, യൂട്യൂബ് ഫോർ ട്രെയിനിങ്. വീഡിയോ ക്യാൻ ബി യൂസ്ഡ് ഫോർ എംപ്ലോയി ട്രെയിനിങ്, പ്രൊഡക്റ്റ് എഡ്യൂക്കേഷൻ. നമ്മൾ പല പർപ്പസിന് വേണ്ടി യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്, ടീച്ചേഴ്സ്, ഇപ്പോൾ എന്ത് എംപ്ലോയി ട്രെയിനിങ്ങിന് വേണ്ടി, പ്രൊഡക്റ്റ് എഡ്യൂക്കേഷൻ, കോൺഫറൻസ് സെക്ഷൻ, ഓഫറിങ് കോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് എ ലാർജ് ഓഡിയൻസ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതൊരു ബിസിനസ്സിന് എങ്ങനെ അപ്ലിക്കബിൾ ആകുമെന്നാണ് പറയുന്നത്. ബിസിനസ്സിന് നമുക്ക് എംപ്ലോയി ട്രെയിനിങ്ങും പ്രൊഡക്റ്റ് എഡ്യൂക്കേഷനൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ ഷെയർ ചെയ്യാം. അപ്ലോഡിങ് വീഡിയോ യൂട്യൂബ് വളരെ സിമ്പിളാണ്. സൈൻ ഇൻ ചെയ്യുക, ക്ലിക്ക് അപ്ലോഡ് ബട്ടൺ ചെയ്യുക, ചൂസ് വീഡിയോ സോഴ്സ്, പ്രൈവസി സെറ്റിങ്സ്. നമ്മുടെ ഡിവൈസിലുള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യാം. ഏണിംഗ് റവന്യൂ. എങ്ങനെയാണ് റവന്യൂ യൂട്യൂബർ കിട്ടുന്നത്? മോണിറ്റൈസേഷൻ ത്രൂ യൂട്യൂബ്, എനാബിളിംഗ് ആഡ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് യുവർ യൂട്യൂബ് അക്കൗണ്ട് വിത്ത് ഗൂഗിൾ ആഡ്സെൻസ് ടു സ്റ്റാർട്ട് ഏണിംഗ് മണി
ഫ്രം ആഡ് പ്ലേസ്ഡ് ഓൺ യൂട്യൂബ് വീഡിയോ ഓൺ യുവർ വീഡിയോസ്. ആഡ്സെൻസ് നമ്മൾ എനേബിൾ ചെയ്യുക. ആഡ്സെൻസ് വഴിയാണ് നമുക്ക് ഓരോ വീഡിയോനും ആഡ് കിട്ടുന്നത്. ആഡ് അനുസരിച്ചിട്ടാണ് മോണിറ്റൈസേഷൻ അഥവാ നമുക്ക് മണി കിട്ടുന്നത്. റവന്യൂ ഷെയറിങ് എങ്ങനെയാണ്? ഗൂഗിൾ കീപ്സ് 45% ഓഫ് ആഡ് റവന്യൂ. ആഡിലൂടെ കിട്ടുന്ന റവന്യൂ 45% റവന്യൂ ഗൂഗിൾ തന്നെ വെക്കും. ബാക്കി 55% മാത്രമേ കണ്ടൻറ്റ് ക്രിയേറ്റർക്ക് കിട്ടുന്നുള്ളൂ ആഡ് വഴിയുള്ള റവന്യൂ. പ്രൊമോട്ടിംഗ് വീഡിയോസ്. ഷെയർ യുവർ വീഡിയോസ് അക്രോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടു ഇൻക്രീസ് വ്യൂസ് ആൻഡ് ഏൺ മോർ ഫ്രം അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റ് പ്ലാറ്റ്ഫോം വഴി നമ്മളതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്നത്. ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസിന് അഡ്വർടൈസിംഗ് പ്രോഗ്രാം ദാറ്റ് ഹെൽപ്പ് കണ്ടൻറ്റ് ക്രിയേറ്റർ ടു മോണിറ്റൈസ് ദെയർ വെബ്സൈറ്റ് ഓർ യൂട്യൂബ് ചാനൽ ബൈ ഡിസ്പ്ലേയിങ് ആഡ്സ്. നമ്മൾ ഒരു വീഡിയോ തുടങ്ങും ഫ്രണ്ടിൽ വരുന്ന ഫസ്റ്റ് വരുന്ന ആഡുകളാണിത്. അത് ആഡ്സെൻസ് വഴിയാണ് ഈ ആഡ്സ് വരുന്നത്. ഇത് എന്താണ് ബിസിനസ്സേഴ്സിനും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ അവരുടെ സാധനങ്ങളും വെബ്സൈറ്റുകളും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ്സ് ആണ്. അത് യൂട്യൂബ് അവരുടെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ബെനിഫിറ്റ് ഹൈ സെക്യൂരിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് വെറൈറ്റി ഓഫ് ആഡ്സ് ഫോമാറ്റ്. പേയ്മെൻറ്റ് $100 നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗൂഗിൾ പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ്. ക്രിയേറ്റിംഗ് യുവർ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സൈൻ ഇൻ ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ചാനൽ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ക്രിയേറ്റ് ന്യൂ ചാനൽ? സൈൻ ഇൻ ചെയ്യുക, ഗൂഗിൾ അക്കൗണ്ട് എടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക, യൂട്യൂബിൽ ക്രിയേറ്റ് ന്യൂ ചാനൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഫിൽ യുവർ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ചാനൽ ആർട്സ് ആൻഡ് ബ്രാൻഡിങ്, ക്രിയേറ്റ് ഒരു ചാനൽ ആർട്ട്, ഒരു കവർ ഫോട്ടോ കൊടുക്കുക, പിന്നെ ലോഗോ കൊടുക്കുക, പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെന്താണ് വീഡിയോ പ്രിപ്പയർ ചെയ്യുക, പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഒപ്റ്റിമൈസ് സെർച്ച്, റെലവൻറ്റ് കീവേഡ്, ആവശ്യമായിട്ടുള്ള കീവേഡ് നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമായിട്ടുള്ള റെലവൻറ്റ് കീവേഡ് കൊടുക്കുക. ഓർഗനൈസ് വീഡിയോ വിത്ത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് അണ്ടർ ദ എനി വീഡിയോ ക്ലിക്ക് ആഡ് ടു സെലക്ട് ക്രിയേറ്റ് ന്യൂ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അതിന് ആവശ്യമായിട്ടുള്ള ഹെഡിങ് ടൈറ്റിൽ കൊടുത്തിട്ട് അതിലേക്ക് നമ്മളെ വീഡിയോസ് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണ് ഗ്രോ ആൻഡ് പ്രൊമോട്ട് യുവർ ചാനൽ? സ്റ്റേ കൺസിസ്റ്റൻറ്റ്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അതുപോലെ ഷെയർ വീഡിയോസ് ഓൺ സോഷ്യൽ മീഡിയ, കൊളാബറേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പോൾസ് ഇടുക, കമൻറ്റ്സ് ഇടുക, ലൈവ് സ്ട്രീം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബിങ് ആൻഡ് ഫോളോയിങ് ചാനൽ സെയിം തന്നെയാണ്. യൂട്യൂബ് സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതാണോ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടത്, അവരുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നും ജസ്റ്റ് പറഞ്ഞു പോകുന്നതിൽ. മോണിറ്റൈസ് യുവർ ചാനൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആഡ്സെൻസ് എനേബിൾ ചെയ്യാം. അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. വൺസ് യു മീറ്റ് യുവർ എലിജിബിൾ റിക്വയർമെൻറ്റ് ലൈക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 40,000 വാച്ച് അവേഴ്സ്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഏർണിംഗ് ലഭിക്കുള്ളൂ. At the future of animation and AI multimedia. AI is a revolution in the world of animation, making the creation process faster, more realistic and accessible. AI is AI ആനിമേഷൻ വേൾഡിൽ റെവല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു തരംഗമായി കൊണ്ടിരിക്കുകയാണ് AI. അപ്പം എന്തൊക്കെയാണ് AIൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓട്ടോമേഷൻ. AI can automate time consuming tasks such as rigging, texturing and animating. ഇത്രയും സമയം ഒരുപാട് എടുക്കുന്ന ഇത്രയും പ്രോസസ്സുകൾ, ഇത്രയും സ്റ്റെപ്സുകൾ AIക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. റിയലിസ്റ്റിക് ആനിമേഷനാണ്. അൽഗോരിതംസ് ആർ യൂസ്ഡ്. AI അൽഗോരിതം ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ലൈഫ് ലൈക്ക് ഡിജിറ്റൽ ക്യാരക്ടേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്. AIൻ്റെ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ക്യാരക്ടേഴ്സും മൂവ്മെൻറ്റ്സും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. Deep learning. With the deep learning, AI tools can analyze data and improve the animation process over time, creating more complex and realistic animations. ഡീപ്പ് ലേണിംഗ് വഴി AI ടൂൾസ് എന്ത് ചെയ്യുന്നു? ഡാറ്റാസ് അനലൈസ് ചെയ്യും. അതിനനുസരിച്ച് അവർ ആനിമേഷൻ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യും. ക്രിയേറ്റിംഗ് മോർ കോംപ്ലക്സ് ആൻഡ് റിയലിസ്റ്റിക് ആനിമേഷൻ. കുറച്ചുകൂടെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ആനിമേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. AI അസിസ്റ്റഡ് ക്രിയേറ്റിവിറ്റി. AI ടൂൾസ് ഹെൽപ്പ് അസിസ്റ്റ് by generating creative suggestions or creating motion simulations for the animation. AI assisted creativity AI tool വെച്ചിട്ട് AI tool help assist by generating creative suggestions or creating motion simulations for animations. AI എന്ത് ചെയ്യുന്നു?
അസിസ്റ്റ് ചെയ്യുന്നു ബൈ ജനറേറ്റിംഗ് ക്രിയേറ്റീവ് സജഷൻസും അതുപോലെ ക്രിയേറ്റിംഗ് മോഷൻ സിമുലേഷൻസും ആനിമേഷന് വേണ്ടിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ AI അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം AIയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓട്ടോമേഷൻ, റിയലിസ്റ്റിക് ആനിമേഷൻ, ഡീപ്പ് ലേണിംഗ്, AI അസിസ്റ്റഡ് ക്രിയേറ്റിവിറ്റി. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് 15th ചാപ്റ്റർ ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസൻറ്റേഷൻ. എങ്ങനെ പവർ പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ചൂസ് ബിറ്റ്വീൻ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓർ ടെംപ്ലേറ്റ്. ഒന്നെങ്കിൽ നമ്മൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുക, അല്ലെങ്കിൽ ടെംപ്ലേറ്റ്, പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കിട്ടും. അപ്പം ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്കൊരു ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ടെംപ്ലേറ്റ് ആണെങ്കിൽ പ്രീ ഡിസൈൻഡ് സ്ലൈഡ് ദാറ്റ് ഓഫ് കൺസിസ്റ്റൻറ്റ് സ്റ്റൈൽ ആൻഡ് ലേഔട്ട് സേവിങ് യു ടൈം ഓഫ് ഫോർമാറ്റിംഗ്. നമുക്ക് പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും, ഡിസൈൻഡ് ആയ സ്ലൈഡ്സ് കിട്ടുന്നതാണ് ടെംപ്ലേറ്റ്സ്. അത് നമ്മുടെ അതിൻ്റെതായൊരു സ്റ്റൈൽ ഉണ്ടാവും, ലേഔട്ട്സ് ഉണ്ടാവും. അത് നമ്മുടെ ടൈം സേവ് ചെയ്യുകയാണ്. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ് നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അവിടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡിസൈൻസും എലമെൻസും അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. To create a presentation from templates, go to the File tab, New, choose the template or browse the available templates. At the title of presentation, ടൈറ്റിൽ കുറച്ചുകൂടെ ക്ലിയർ ആൻഡ് കൺസീവ് ആയിരിക്കണം. ബേസിക് ഓവർവ്യൂ ഓഫ് ദ ടോപ്പിക്. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചൊരു ഓവർവ്യൂ ലഭിക്കുന്ന രീതിയിലുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. കുറച്ചുകൂടെ ലാർജർ ആയിരിക്കണം, കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ച് വലുപ്പത്തിലുണ്ടായിരിക്കണം. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ദ ഫസ്റ്റ് സ്ലൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം? പ്രസൻറ്റേഷൻ ടൈറ്റിൽ, യുവർ നെയിം, യുവർ ഓർഗനൈസേഷൻ ഓഫ് അഫിലിയേഷൻ, നിങ്ങളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അഫിലിയേഷൻ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആഡ് ന്യൂ സ്ലൈഡ് ഫോർ കണ്ടന്റ്, Ctrl+M. ആഡ് കണ്ടന്റ് ദ പ്രസൻറ്റേഷൻ, organize your content logically. To second slide typically outlines the key point of your presentation. നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ, ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ടൈറ്റിലും ഓർഗനൈസേഷനും അതുപോലെ നമ്മൾ നെയിമും കൊടുത്തു കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ഔട്ട്ലൈൻ ദ കീ പോയിൻറ്റ്സ് ഓഫ് എ പ്രസൻറ്റേഷൻ. നമ്മുടെ പ്രസൻറ്റേഷനെ കുറിച്ചുള്ള കീ പോയിൻറ്റ്സ് കൊടുക്കണം. അതിൽ നമ്മൾ ബുള്ളറ്റ്സോ അല്ല നമ്പറിങ്ങോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത ഫോർമാറ്റ് സ്ലൈഡ് ടെക്സ്റ്റ്. അത് നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈല് മാറ്റുകയൊക്കെ ചെയ്യണം. ഹോം ടാബിൽ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആഡ് ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്ലൈഡ്സ് ടു മേക്ക് യുവർ പ്രസൻറ്റേഷൻ വിഷ്വലി എൻഗേജിങ്. ആഡ് ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്ലൈഡ്സ്. കുറച്ചുകൂടെ നന്നായി വൃത്തിയിൽ നമുക്ക് ഇത് കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? സ്ലൈഡ്സും തമ്മിൽ ട്രാൻസിഷൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഗോ ടു ട്രാൻസിഷൻ ടാബ് ആൻഡ് സെലക്ട് ട്രാൻസിഷൻ സ്റ്റൈലും. ഏത് രീതിയിലുള്ള ട്രാൻസിഷൻ വേണമെന്നുള്ളത് നമ്മൾ സ്റ്റൈലിൽ പോയിട്ട് ട്രാൻസിഷൻ ടാബിൽ പോയിട്ട് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ആഡ് ഷേപ്പ്, സ്മാർട്ട് ആർട്ട് ഓർ ചാർട്ട്. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കുറച്ചുകൂടെ വിഷ്വലി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ഷേപ്സ്, സ്മാർട്ട് ആർട്സ്, ചാർട്ട്സ് എന്ന കാര്യങ്ങൾ ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ഇമേജസ്, ഇൻസേർട്ട് പോവുക, ഇമേജസ് സെലക്ട് ചെയ്യുക. ആഡ് ബാക്ക്ഗ്രൗണ്ട്സ്, റൈറ്റ് ക്ലിക്ക് ഓൺ ദ സ്ലൈഡ് ആൻഡ് സെലക്ട് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആഡ് ആനിമേഷൻ, go to the animation tab, choose the animation from the drop down list to the preview it. ആവശ്യമായിട്ടുള്ള ആനിമേഷൻ ടാബിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആഡ് ലിങ്ക്സ്, ഹൈപ്പർ ലിങ്ക്സ് കൊടുക്കുന്നതിന് റൈറ്റ് ക്ലിക്ക്, ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ഹൈപ്പർ ലിങ്ക്. ആഡ് സ്പീക്കർ നോട്ട്സ്. there is a helpful reminder for you the presentation, helpful reminders for you as the presenter without displaying them to the audience. You can view the notes in presenter view during your presentation. Use the notes pane at the bottom of the PowerPoint window to add speaker notes. നമ്മൾ നോട്ട് പാൻ യൂസ് ചെയ്യുക. ബോട്ടത്തിലിട്ട് നമ്മുടെ സ്ലൈഡിൻ്റെ ബോട്ടത്തിൽ നോട്ട് പാൻ യൂസ് ചെയ്തിട്ട് അവിടെ സ്പീക്കർ നോട്ട്സ് എഴുതി വെക്കുക, ആഡ് ചെയ്യാം. ആഡ് വീഡിയോ, ഇൻസേർട്ട് ടാബ് പോവുക, വീഡിയോ എടുക്കുക. ചൂസ് ബിറ്റ്വീൻ ഓൺലൈൻ വീഡിയോ ഓർ വീഡിയോ ഓൺ മൈ PC. ഓൺലൈൻ വീഡിയോ വേണം, നമ്മൾ കമ്പ്യൂട്ടറിലുള്ള വീഡിയോ വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നാവിഗേറ്റ് യുവർ പ്രസൻറ്റേഷൻ, ഔട്ട്ലൈൻ ടാബ്, യൂസ് ലെഫ്റ്റ് പാനൽ ടു സ്ക്രോൾ ത്രൂ ദ സെലക്ട് സൈഡ്. യു ക്യാൻ ഓൾസോ വ്യൂ ദ ഔട്ട്ലൈൻ ടാബ്. പ്രിവ്യൂ യുവർ പ്രസൻറ്റേഷൻ. എങ്ങനെ പ്രിവ്യൂ കാണാം? പ്രസ് F5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫൈനൽ വേർഷൻ
നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന മുമ്പിൽ എങ്ങനെയാണെന്നുള്ള പ്രസൻറ്റേഷൻ കാണാനിരിക്കുന്നുള്ളത് കാണാൻ വേണ്ടി F5 കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ദ മൗസ് പ്രസ് ആരോ കീസ് ടു നാവിഗേറ്റ് ത്രൂ ദ സ്ലൈഡ്സ്. അഡീഷണൽ ടിപ്സ് ഫോർ ദ സക്സസ്ഫുൾ പ്രസൻറ്റേഷൻ: കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ മിനിമൽ ടെക്സ്റ്റ് ആയിരിക്കണം, എൻഗേജ് യുവർ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ് ഉണ്ടായിരിക്കണം. അതുപോലെ പ്രാക്ടീസ്, ഫെമിലറൈസ് yourself with your slides and timing before presenting, especially when using animation and transitions. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മേക്കിംഗ് ബിസിനസ് പ്രസൻറ്റേഷൻസ്. എന്തൊക്കെ? ബിസിനസ് പ്രസൻറ്റേഷൻസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ about business product and process designed to inform, educate, motivate and pursue the both internal and external audience. ബിസിനസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷനാണ്. ഇതിനെക്കുറിച്ച് ബിസിനസ്സിനെക്കുറിച്ചും പ്രൊഡക്റ്റിനെക്കുറിച്ചും പ്രോസസ്സിനെക്കുറിച്ചും ഡിസൈനെക്കുറിച്ചും ടു ഇൻഫോം ചെയ്യുന്നതിനും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും മോട്ടിവേറ്റ് ചെയ്യുന്നതിനുമാണ് ആരെ? എക്സ്റ്റേണൽ ഓഡിയൻസിനെ. അതാണ് ബിസിനസ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സെയിൽ പ്രസൻറ്റേഷൻസ്. എന്തൊക്കെ രീതിയിൽ പ്രസൻറ്റേഷൻ? സെയിൽ പ്രസൻറ്റേഷൻ ടിപ്പിക്കലി കണ്ടക്റ്റഡ് ബൈ സപ്ലൈസ് ടു പിച്ച് their product or services to potential customer. ഇത് ബേസിക്കലി സപ്ലയേഴ്സ് ആണ് ഇങ്ങനത്തെ പ്രസൻറ്റേഷൻ നടത്തുക അവരെ കസ്റ്റമേഴ്സിനെ പിടിക്കുന്നതിന് വേണ്ടി. ഇൻട്രാ ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ ആണ്. ദീസ് ആർ ഡൺ വിത്ത് എ കമ്പനി ഓഫ്റ്റൻ ഇൻട്രൊഡ്യൂസ് ന്യൂ പോളിസീസ്, ഓപ്പറേഷൻസ് ഓർ സ്ട്രാറ്റജീസ് ഓർ ടു കോവർക്കേഴ്സ്. ഇൻട്രാ ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രസൻറ്റേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് കമ്പനികളിലാണ് പുതിയ പോളിസീസുകളും ഓപ്പറേഷൻസും സ്ട്രാറ്റജീസും കോവർക്കേഴ്സിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻട്രാ ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്രസൻറ്റേഷൻസ്: സെയിൽസ് ആൻഡ് മാർക്കറ്റ് എക്സ്പാൻഷൻ. നമ്മൾ ഒരു എഫക്റ്റീവ് ബിസിനസ് പ്രസൻറ്റേഷൻ ഹെൽപ്സ് കമ്പനീസ് ടു സെൽ ദെയർ ഐഡിയാസ്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു എഫക്റ്റീവായിട്ടുള്ള പ്രസൻറ്റേഷൻ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? നമ്മളെ കമ്പനീസിൻ്റെ ഐഡിയയും പ്രൊഡക്റ്റും സർവീസസും എൻഹാൻസ് ചെയ്യുന്നതിന്, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ ഗെയിനിങ് മാർക്കറ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് സ്ട്രാറ്റജി. ഇങ്ങനെയുള്ള പ്രസൻറ്റേഷൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളെ എതിരാളികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസും നമുക്ക് പെർഫോമൻസ് കൊണ്ടുവരാൻ, സ്ട്രാറ്റജിയും കൊണ്ടുവരാൻ സാധിക്കും. പെർഫോമൻസ് അപ്ഡേറ്റ്സ്. ബിസിനസ് പ്രസൻറ്റേഷൻസ് allow executive to share key data regarding company performance such as sales, profit, market share, earnings and develop strategies to improve the metrics. പെർഫോമൻസ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻറ്റേഷൻ പ്രസൻറ്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും? നമ്മളെ എക്സിക്യൂട്ടീവ്സിന് അവരെ ബിസിനസ്സിൻ്റെ പൊസിഷൻസും പെർഫോമൻസും സെയിൽസ്, പ്രോഫിറ്റ്, മാർക്കറ്റ് ഷെയർ മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്ട്രാറ്റജിക് പ്ലാനിങ്. പ്രസൻറ്റേഷൻ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നു? എക്സിക്യൂട്ടീവ് മാനേജേഴ്സിന് ഡിസ്കസ് ദ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്, അനലൈസ് ദ മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡിസ്കസ് ദ ബിസിനസ് സ്ട്രാറ്റജീസ്. ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രസൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഈ എക്സിക്യൂട്ടീവ്സിനെ അവർക്ക് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്, ബിസിനസ്സിൻ്റെ എന്താണ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് അനലൈസ് ചെയ്യുന്നതിനും മാർക്കറ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കുന്നതിനും ബിസിനസ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്നതിനും ഈ പ്രസൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ എഫക്റ്റീവ് ബിസിനസ് പ്രസൻറ്റേഷൻ. കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ്? ദ പ്രസൻറ്റേഷൻ മസ്റ്റ് എസ്റ്റാബ്ലിഷ് ആൻ എൻട്രേറ്റീവ് കണക്ഷൻ വിത്ത് ഓഡിയൻസ്, എൻഷുർ ദ മെസ്സേജ് ഇസ് എഫക്റ്റീവ്ലി കൺവേഡ്. ഈ നമ്മുടെ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യണം? ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അവർക്കത് എഫക്റ്റീവായിട്ട് മനസ്സിലായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഇൻസ്പയറിംഗ് ആയിരിക്കണം, അപ്പീലിംഗ് ആയിരിക്കണം. അടുത്ത് ടൈപ്പ് ഓഫ് ബിസിനസ് പ്രസൻറ്റേഷൻസ്. ഗ്രൂപ്പ് പ്രസൻറ്റേഷൻസ് മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? These are information presentations often used at a corporate meeting where senior executives group presentation. These are informational presentations often used at corporate meetings. Corporate meetingsലാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രസൻറ്റേഷൻസ് ഉണ്ടാവുക. where senior executive outlines the company's overall direction followed by detailed strategy from the team members. ഇവിടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് കമ്പനിയുടെ
ഓവറോൾ ഡയറക്ഷൻസും ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഔട്ട്ലൈൻ ചെയ്യും ഈ പ്രസൻറ്റേഷനിൽ. പ്രസൻറ്റേഷൻ എയ്ഡ്, നമ്മൾ പ്രസൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നാണ് പവർ പോയിൻറ്റ്, ഫ്ലാഷ് പ്രസൻറ്റേഷൻ. പവർ പോയിൻറ്റ് എ സിമ്പിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഈസി എഡിറ്റ് ടൂൾ യൂസ് ടു എൻഹാൻസ് ബിസിനസ് പ്രസൻറ്റേഷൻ. സിമ്പിളാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, ഈസി ടൂളുമാണ്, എഡിറ്റ് ടൂളുമാണ്, യൂസ് ടു എൻഹാൻസ് ബിസിനസ് പ്രസൻറ്റേഷൻ. കുറച്ചുകൂടെ ബിസിനസ് പ്രസൻറ്റേഷനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ടൂളാണ് പവർ പോയിൻറ്റ്. എന്നാൽ ഫ്ലാഷ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മോർ അഡ്വാൻസ്ഡ് ദാൻ പവർ പോയിൻറ്റ്. പവർ പോയിൻറ്റിനങ്ങാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ദിസ് പ്രസൻറ്റേഷൻ ഇൻവോൾവ്സ് വീഡിയോ എക്സ്പേർട്സ് ദാറ്റ് ഓഫർ ആൻ ഇൻട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ് എക്സ്പീരിയൻസ്. ഇത് കുറച്ചുകൂടെ എക്സ്പേർട്സ്, ഇതിൽ വീഡിയോ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഓഫർ ആൻ ഇൻട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ് എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല രീതിയിലുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ നൽകാൻ സാധിക്കുന്ന ഒരു ടൂളാണ് ഫ്ലാഷ് പ്രസൻറ്റേഷൻസ് എന്ന് പറയുന്നത്. Persuasive presentation. These aim to convince audience to support specific viewpoint. ഇത് എയിം ചെയ്തിരിക്കുന്നത് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനും ടു സപ്പോർട്ട് എ സ്പെസിഫിക് വ്യൂ പോയിൻറ്റ് ഓഫ്റ്റൻ ബൈ ഔട്ട്ലൈനിങ് എ പ്രോബ്ലം ആൻഡ് പ്രസൻറ്റിങ് സൊല്യൂഷൻ. ഒരു പ്രോബ്ലം നമ്മൾ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്നാൽ പ്രസൻറ്റിങ് പ്രൊപ്പോസൽ ടു ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ എക്സ്പാൻഡ് ഓപ്പറേഷൻസ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരു പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്രൊപ്പോസൽ പ്രസൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും നമ്മുടെ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. ഇൻഫർമേഷൻ പ്രസൻറ്റേഷൻ. ദീസ് ഫോക്കസ് ഓൺ എഡ്യൂക്കേറ്റിംഗ് ദ ഓഡിയൻസ് ആൻഡ് യൂസ് ടു പ്രസൻറ്റ് സ്റ്റേറ്റസ് റിപ്പോർട്ട്സ്, സമ്മറീസ് ഓഫ് ദ മാർക്കറ്റിംഗ് പ്ലാൻസ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനൊക്കെ നമ്മുടെ സമ്മറീസ് കൊടുക്കുക, നമ്മൾ റിപ്പോർട്ട്സ് കൊടുക്കുക, സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് കൊടുക്കുക, പ്രസൻറ്റ് സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ സമ്മറീസ് ഓഫ് മാർക്കറ്റ് പ്ലാൻസിൻ്റെ സമ്മറീസ് നൽകുക. ഇങ്ങനെയൊക്കെ നൽകിക്കൊണ്ട് ഓഡിയൻസ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഫോർമേറ്റീവ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. മേക്കിംഗ് റിസർച്ച് പ്രൊപ്പോസൽ പ്രസൻറ്റേഷൻസും. റിസർച്ച് പ്രൊപ്പോസൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. എ റിസർച്ച് പ്രൊപ്പോസൽ ഔട്ട്ലൈൻസ് എ പ്രൊപ്പോസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ്. റിസർച്ച് പ്രൊപ്പോസൽ ഔട്ട്ലൈൻ ചെയ്യുന്നതാണ്. പ്രൊപ്പോസ്ഡ് റിസർച്ച് പ്രൊജക്റ്റാണ് റിസർച്ച് പ്രൊപ്പോസലിൽ ഉണ്ടായിരിക്കുക. എക്സ്പ്ലെയിൻ വാട്ട് വിൽ ബി സ്റ്റഡിഡ്, എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്, ഹൗ വിൽ ബി ഡൺ, എങ്ങനെ ഇത് ചെയ്തു തീർക്കും, ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ റിസർച്ച് പ്രൊപ്പോസലിൽ ഉണ്ടായിരിക്കുക, റിസർച്ച് പ്രൊപ്പോസൽ പ്രസൻറ്റേഷനിൽ ഉണ്ടായിരിക്കുക. ദ ഗോൾ ഓഫ് റിസർച്ച് പ്രൊപ്പോസൽ പ്രസൻറ്റേഷൻ ടു പ്രസൻറ്റ് യുവർ റിസർച്ച് ഐഡിയ. നമ്മുടെ ഈ പ്രസൻറ്റേഷൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ചെയ്തിട്ടുള്ള ഐഡിയ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓഡിയൻസിലേക്ക് അത് നൽകിക്കൊണ്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുവാൻ വേണ്ടിയുള്ളതാണ് റിസർച്ച് പ്രൊപ്പോസൽ. അപ്പം അതിൻ്റെ കീ കോമ്പണൻസ് ഓഫ് റിസർച്ച് പ്രൊപ്പോസൽ. ടൈറ്റിൽ ഓഫ് ദ റിസർച്ച്. ദ ഫസ്റ്റ് സ്ലൈഡ് ഷുഡ് കണ്ടെയ്ൻ കോൺഷ്യസ്, ഇൻഫർമേറ്റീവ് ആൻഡ് എൻഗേജിങ് ടൈറ്റിൽ ദാറ്റ് റിഫ്ലക്ട് റിസർച്ച് ടോപ്പിക്. ടോപ്പിക്കിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അബ്സ്ട്രാക്റ്റ്, എ ബ്രീഫ് 200 to 300 വേർഡ്സ് സമ്മറി ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, എ സമ്മറി ഓഫ് എക്സിസ്റ്റിംഗ് റിസർച്ച് ഹൈലൈറ്റിംഗ് ഗ്യാപ്സ് ദാറ്റ് പ്രൊപ്പോസ്ഡ് സ്റ്റഡി വിൽ അഡ്രസ്. ദിസ് സെക്ഷൻസ് ജസ്റ്റിഫൈസ് റിസർച്ച് റെലവൻസ് ആൻഡ് ഫൗണ്ടേഷൻ ഇൻ എക്സിസ്റ്റിംഗ് നോളജ്. റിവ്യൂ ലിറ്ററേച്ചറിൽ സമ്മറി ഓഫ് എക്സിസ്റ്റിംഗ് റിസർച്ച്, നമ്മുടെ എക്സിസ്റ്റിംഗ് റിസർച്ചിനെ കുറിച്ചൊരു സമ്മറി ഉണ്ടായിരിക്കണം. ഹൈലൈറ്റിംഗ് ദ ഗ്യാപ്സ് ദാറ്റ് പ്രൊപ്പോസ്ഡ് സ്റ്റഡി വിൽ അഡ്രസ്. ദിസ് സെക്ഷൻ ജസ്റ്റിഫൈ ദ റിസർച്ചേഴ്സ് റെലവൻസ് ആൻഡ് ഫൗണ്ടേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് നോളജ്. റിസർച്ചേഴ്സിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് നോളജ് ഇതിനകത്ത് എന്തെങ്കിലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതിലൊരു സമ്മറി ഉണ്ടാവും. എക്സിസ്റ്റിംഗ് റിസർച്ചിനെ കുറിച്ചിട്ടുള്ളൊരു സമ്മറി റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഉണ്ടാവും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് കോൺഷ്യസ് റിസർച്ച് ഓഫ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ഔട്ട്ലൈൻ വാട്ട് സ്റ്റഡി എയിംസ് ടു അച്ചീവ്. എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് ഒബ്ജക്റ്റീവിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ prediction of the relationship between variables of the tested during the study. Methodology by bibliography or references, a list of all sources referred in the proposal. നമ്മുടെ ഈ നമ്മൾ
പ്രപ്പോസൽ ടൈമിൽ റെഫർ ചെയ്തിട്ടുള്ള എല്ലാ സോഴ്സിൻ്റെ ലിസ്റ്റും അവിടെ ഉണ്ടാവും. ആക്സസ് അഡീഷണൽ ഡോക്യുമെൻറ്റ് ലൈക്ക് ഇൻ്റർവ്യൂ പ്രോട്ടോകോൾസ്, കൺസെൻറ്റ് ഫോംസ് ആൻഡ് പെർമിഷൻ ലെറ്റേഴ്സ്. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പ്രോട്ടോകോൾസ്, ഇൻ്റർവ്യൂ പ്രോട്ടോകോൾസ് ഉണ്ടാവും, കൺസെൻറ്റ്സ് ഉണ്ടാവും, ആൻഡ് പെർമിഷൻ ലെറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഈ റിസർച്ച് പ്രപ്പോസലുണ്ടാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കാം അപ്പോൾ മനസ്സിലാവും. മേക്കിംഗ് പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എക്സ്പ്ലെയിൻ പ്രൊജക്ട്സ് ഗോൾ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഗോൾ എന്താണ്, പ്രോഗ്രസ് എന്താണ്, ഫൈനൽ ഔട്ട്കംസ് എന്താണ്. അതുപോലെ നമ്മൾ ഇവാലുവേറ്റർ ടു ആൻ ഇവാലുവേറ്റർ ഓർ ഓഡിയൻസിന് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ദ പ്രൊജക്ട്സ് ഗോൾ, നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഗോൾ എന്താണെന്ന് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പ്രോഗ്രസ് ഓർ ഫൈനൽ ഔട്ട്കംസ്, അവസാനത്തെ ഔട്ട്കം എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കണം, കൺവിൻസ്ഡ് ആയിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം. അപ്പം അതിലെന്തൊക്കെയാണുള്ളത് നോക്കാം. അനലൈസ് യുവർ ഓഡിയൻസ്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഹു യു ആർ പ്രസൻറ്റിങ് ടു ദയർ ബാക്ക്ഗ്രൗണ്ട്സ്, ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെക്ടേഷൻ ടു ടൈലർ ദ പ്രസൻറ്റേഷൻ അക്കോർഡിംഗ്ലി. നമ്മൾ നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ്, അവരുടെ ഇൻട്രസ്റ്റ്, എക്സ്പെക്ടേഷൻസ് ഒക്കെ മനസ്സിലാക്കണം. സെലക്ട് ചെയ്ത ടോപ്പിക്ക് അവരനുസരിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുക. ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്, റൈറ്റ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് ഫോർ ദ പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. പ്രിപ്പയർ എ ബോഡി ഓഫ് ദ പ്രസൻറ്റേഷൻ, സ്ട്രക്ചർ ദ മെയിൻ കണ്ടന്റ് ലോജിക്കലി, പ്രസൻറ്റ് ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് സൈറ്റ്സ് ദാറ്റ് സപ്പോർട്ട്സ് യുവർ ഒബ്ജക്റ്റീവ് വൈൽ കീപ് ദ ലെവൽ ഡീറ്റെയിൽ അപ്രോപ്രിയേറ്റ് ഫോർ ദ ഓഡിയൻസ്. നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെയിൻ കണ്ടന്റ് ലോജിക്കലി നമ്മളവിടെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മളവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രിപ്പയർ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും പോയിൻറ്റ്സ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.